ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാം വെച്ചിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ പരിപ്പും ചേമ്പും കറി വെക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചേമ്പും മുറിക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ ചേമ്പും ഞാൻ കുടിയിൽ നിന്ന് മുറിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ കറി വെക്കുക നോക്കാം കേട്ടോ. പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത്. എത്രയും പെട്ടെന്ന് വെക്കാൻ പറ്റിയ കറി കേട്ടോ. അപ്പം അതിന് ആവശ്യമായി പരിപ്പ് കേട്ടോ. 2 കയ്യിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പൊന്ന് കിടക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക് കൂട്ടാക്കി നടുകീറിങ്ങനെ 4ആയിട്ട് മുറിച്ചത്, അത് നമുക്ക് ഇതാ കുക്കറിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഇതാ കണ്ടോ തക്കാളി, പച്ചമുളക്, പരിപ്പ് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ടോ, എന്നിട്ട് മിക്സ് ആക്കുക. ഇനി ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുക്കർ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടോ വിസിൽ വരട്ടെ. അപ്പത്തിന് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ചേമ്പന്തായിട്ട് നമുക്ക് പരിപ്പ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം കേട്ടോ. ആദ്യം നട മുറിക്കട്ടെ. ഇതിലങ്ങനെ കറ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ അത് മേത്തേക്കാകാതെ ഡ്രസ്സിലാവാതെ നോക്കി മുറിക്കുക. ചീന്തി എടുക്കണം കണ്ടോ. ഇത് ചീന്തി എടുത്ത് ചെറുതായി മുറിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, അതാ ചേമ്പന്തായിട്ട് ഇടാൻ കണ്ടോ. ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തോന്നും, പക്ഷെ വെന്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് പരിപ്പ് കുക്കർ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പരിപ്പ് വെന്തോ നോക്കാം. അപ്പോൾ കേട്ടോ പരിപ്പൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേമ്പന്താണ്ട് മുറിച്ചത് കേട്ടോ. നല്ലോണം മിക്സ് ആക്കുക. ഇത് വെന്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ കാണുമ്പോൾ തോന്നുകയാണ്. അടച്ചൊന്ന് വേവിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊന്ന് ഒരു വിസിലടിക്കട്ടെ കേട്ടോ. എന്നിട്ട് നിർത്താം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ പുറത്തുനിന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാനിത് പരിപ്പിലിട്ട് അങ്ങനെ കൂട്ടിയിട്ടുണ്ടാകുന്നില്ല. എൻ്റെ ഉമ്മയൊക്കെ ഈ പൂളക്കേങ്ങും ചേമ്പുതണ്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ കൂട്ടിക്കണു. അപ്പോൾ ഇവിടുത്തെ ഉമ്മ മുതിരയിലിട്ടിട്ട് ചേമ്പുതണ്ട് അങ്ങനെ ഇട്ടിട്ട് കൂട്ടിക്കണു. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം. അടുത്ത വീട്ടിലത്തെ ഒരു അമ്മയെ പറഞ്ഞു ഇങ്ങനെ പരിപ്പിലിട്ട് വെച്ചാൽ നല്ല രസം ഉണ്ടാവുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കറി വെച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ അവരെങ്ങനെ വെക്കുന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ വെച്ച് നോക്കിയതാണ്. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വാവക്കാർക്കും നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ വെച്ചപ്പോൾ. അപ്പം ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും അതുപോലെ കാണിച്ചു തരാം പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് വെന്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് കറി നോക്കി കണ്ടോ, വെന്തപ്പോൾ ഒന്നുമില്ല. ആ ചേമ്പുന്തണ്ട കയ്യിൽ കണ്ടോ ഉടഞ്ഞിട്ട് ഇതാ സെറ്റായി. അപ്പം ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കടുകിട്ടു, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉണക്കമുളക് 2 അങ്ങനെ ചതച്ചത്, കരിവേപ്പിൻ്റെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് ഈ വെന്ത് വന്ന കറിയിൽ കൊഴിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എന്താ കാണാൻ നല്ല ഭംഗിയില്ലേ. അടിപൊളി ടേസ്റ്റാട്ടോ.
ഇപ്പോൾ ഫ്രണ്ട്സ് കറി വെക്കുന്നത് കണ്ടില്ലേ, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, അതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്താ വെച്ചാൽ ചെമ്പ് ഒക്കെ ഇങ്ങനെ ചെമ്പുന്നണ്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇവിടെയൊക്കെ ഉമ്മ പറയട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കി, എത്രയും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഒരു നേരത്തിനൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ആയിട്ട് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ്. അതിൽക്ക് മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടച്ചാലൊക്കെ അടിപൊളിയാക്കട്ടെ. ഇവിടെ ഞങ്ങൾക്കൊന്ന് ചിക്കനാണ് പെരട്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതും ഇതും. അപ്പോൾ ഇന്നത്തെ സിമ്പിളായി കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ടും ചെയ്യുക.